ഹലോ ഗൈസ്, കുറേ പേരായി നമ്മുടെ ഇത് ചോദിക്കുന്നു മെഡിക്കലിന് എന്തൊക്കെയാണ് ചോദിക്കുക എന്നുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ അവർ നോക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം മെഡിക്കലിന് പോയി കഴിഞ്ഞാൽ ഇതുപോലൊരു ഫോം തരും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിൽ ഫില്ല് ചെയ്യണം. പിന്നെ നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി ചോദിക്കും, നമുക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലുള്ള പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരിക്ക് യെസ് എന്ന് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നോന്ന് കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ നോന്ന് കൊടുക്കാം. അപ്പോൾ അവർ അതിൽ കൂടുതലായിട്ട് നമ്മുടെ അതിന് ഡീറ്റെയിൽസ് ചോദിക്കും. മെഡിക്കലിനുള്ള ഫീ ഒക്കെ കമ്പനി തന്നെ പേ ചെയ്യും. ടീബേർഡ് പറഞ്ഞ കൊച്ചിയിലുള്ള മെഡിക്കൽ സെൻറ്ററിലാണ് ക്ലിനിക്കിലാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ചെക്കപ്പിന് വേണ്ടിയിട്ട്. അതിൽ ഓരോ ക്യാബിൻ അതിലൊക്കെ ആയിരിക്കും ഓരോ ചെക്കപ്പ് ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ വിളിക്കും, നമ്മെ ഫസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു ബ്ലഡ് ടെസ്റ്റിനും പിന്നെ യൂറിൻ സാമ്പിൾ അവർ കളക്ട് ചെയ്യും. എന്നിട്ട് അവർ ഫസ്റ്റ് ഇത് എടുത്തതിന് ശേഷം ഇതിന് ടൈം കൂടുതലെടുക്കും, ഇതിൻ്റെ അനാലിസിസും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ എന്താ പറയുക, അത് ആദ്യം നമ്മുടെ നിന്ന് കളക്ട് ചെയ്ത് വെക്കും. ഇനി ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫോം തരും, HIV ടെസ്റ്റ് ചെയ്യാനുള്ളതിൻ്റെ കൺസെൻറ്റാണ്. അപ്പോൾ അത് നമ്മളിതുപോലെ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്തിട്ട് സൈൻ ചെയ്ത് കൊടുക്കണം. അടുത്തൊരു ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രഗ്, അതേമാതിരി ആൽക്കഹോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ, എത്രത്തോളം യൂസ് ചെയ്യും, സോബറാണോ, അങ്ങനെ ഡീറ്റെയിൽസ് ആ കഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് മെൻഷൻ ചെയ്യണം. പിന്നെ കുറേ എക്സസൈസ് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം, നമ്മുടെ ബോഡി ഫ്ലെക്സിബിൾ ആണെന്ന് കാണിക്കാൻ. അപ്പോൾ നമ്മുടെ സ്കാനിങ് കഴിഞ്ഞു, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുകയാണ്. രാവിലെ മുതൽ 12 hours ഫാസ്റ്റിങ്ങും ആയിരുന്നു. പിന്നെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി ടെസ്റ്റിങ്ങുകളൊക്കെ. നമ്മളുള്ളത് പനമ്പള്ളി നഗറിലാണ് സീബേർഡിൻ്റെ ക്ലിനിക്ക് വരുന്നത്. അപ്പോൾ അതിനടുത്തുള്ള ഒരു ഹോട്ടലാണ് ഈ മഹാരാജാസ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എല്ലാതരം ഫിഷ് ഐറ്റംസും ഉണ്ടായിരിക്കും. എല്ലാതരം ഫിഷ് ഐറ്റംസ്, അതേമാതിരി ചിക്കൻ ഫ്രൈ, പ്രോൺസ് ഫ്രൈ, ബീഫ് ഫ്രൈ, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഫിഷ് ഇവിടുത്തെ ഐറ്റംസ് കണ്ടിട്ടാണ് നമ്മൾ എന്താ പറയുക അങ്ങോട്ട് കയറി. നല്ല മട്ടരി ചോറും അതിനൊപ്പം മീൻകറിയും മീൻ വറുത്തതും. നമ്മളൊരു കരിമീൻ ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ കൊടുന്നു. ഇനി രാവിലെ മുതൽ പട്ടിണിയാണ്. ഇനി അധികം സംസാരത്തിനുള്ള സമയമില്ല, ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി. കരിമീനിന്ന് ഇതുപോലെ ഒരു പീസ് എടുക്കുക, എന്നിട്ട് ചോറിൽ കൂട്ടിയിട്ട് ഒരു ഉരുളണ്ട് എടുക്കുക, പിടിക്കുക. പിന്നെ നമ്മൾ 2 ചാള ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കഴിച്ച് 514 രൂപയായി. സംഭവം ഇച്ചിരി കോസ്റ്റ്ലിയാണ്, നല്ല അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നമ്മുടെ യൂണിഫോമും ബോയിലർ സ്യൂട്ടൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആംഗ്ലോ ഈസ്റ്റേണിൻ്റെ പനമ്പള്ളി നഗറിൽ തന്നെയുള്ള ഓഫീസിൽ വന്നിരിക്കുകയാണ്. നമ്മൾ എന്താ പറയുക, ഏത് ഷിപ്പാണ് അലോട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ വന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് കയറാനുള്ള യൂണിഫോം, ഷൂസ്, അതുപോലെ ഒരു ടീഷർട്ട് ഉണ്ടായിരിക്കും, ഒരു ഫയൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയത്. അവരുടെ ആംഗ്ലോ ഈസ്റ്റിൻ്റെ ഒരു ബാഗ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഉള്ളതെന്ന് പറയുന്നത് ഷൂസ് ഉണ്ട്, നമ്മുടെ പോക്കറ്റ് ഡയറി തന്നിട്ടുണ്ട് അവർ, നമുക്ക് എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഒരു സേഫ്റ്റി കാർഡ് ഉണ്ടായിരുന്നു, അതായിരിക്കുന്നു സേഫ്റ്റി കാർഡ് ഉണ്ട്. പിന്നെ യൂണിഫോം ഉണ്ട്, പിന്നെ ബോയിലർ സ്യൂട്ട്, 4 ബോയിലർ സ്യൂട്ടാണുള്ളത്. ഇപ്രാവശ്യം അവർ ഫയൽ തന്നിട്ടില്ല, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവർ ഫയൽ തന്നിട്ടുണ്ടായിരുന്നതാണ്. യൂണിഫോം വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ പിന്നെ ക്ലിനിക്കിൽ തന്നെ പോയി. അവിടെ പിന്നെ സ്കാനിങ്, ECG, ഐ ടെസ്റ്റ്, സൗണ്ട് ടെസ്റ്റ്, അത്രയും ചെക്കപ്പുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേനും നമ്മുടെ ട്രെയിനൊക്കെ പോയി. ഇവിടെ വെച്ചാൽ ഭയങ്കര തിരക്കുമാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഒറ്റപ്പാലത്തേക്കുള്ള ട്രെയിന് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ രാത്രി 10-11 മണിക്ക് ഒക്കെ ഉള്ളൂ ഇനി ട്രെയിൻ. പിന്നെ നമുക്ക് ഷൊർണൂർ പോയിട്ട് വേണം പോകാൻ. അപ്പോൾ ഓക്കെ, ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.